അച്ഛാ കുറച്ച് പൈസ വേണം അർജൻറ്റാ, ജോലിക്കൊന്നും പോകാൻ വയ്യ തുമ്മല, ഗോവ പോകുവാൻ പ്ലാനില്ല, ഇല്ലേ കയ്യിൽ ഇല്ലെങ്കിൽ എവിടെന്നേലും ഒപ്പിക്കച്ച, അമ്മ ചോദിച്ചിട്ടും തന്നില്ല, ക്യാ അമ്മയ നിങ്ങൾ മോശം തന്നെ ഇങ്ങനെ പോയാൽ. പല ഭാഷകളിൽ പലരും പാടിയിട്ട് ഇപ്പോൾ പാൻ ഇന്ത്യൻ വൈറലാണ് ഈ പാട്ട്. അതിൻ്റെ യഥാർത്ഥ ഉടമനെ നമ്മൾ ഷാർജയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പ്രേം എന്നാണ് എൻ്റെ പേര്. സോഷ്യൽ മീഡിയയിൽ ഞാൻ യൂസ് ചെയ്യുന്ന പേരാണ് വടക്കൻ ഡയറീസ്. ഞാൻ കാസർഗോഡ് ജില്ലയിലെ തിരുക്കുളം എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ ഷാർജയിൽ 10 വർഷത്തിൻ്റെ മേലായിട്ട് ജോലിയാണ്. ഇപ്പോൾ പല പ്രമുഖരും ഈ പാട്ട് പാടിയിട്ടുണ്ട്. പാടി ഞെട്ടിച്ച പ്രമുഖനാരാണ്? പാടി ഞെട്ടിച്ചതല്ല, അവർ റീൽ ചെയ്ത് ഞെട്ടിയിട്ടുണ്ട്. ഞാൻ കർണാടകത്തിലെ ഒരു ആക്ടറായിട്ടുള്ള രൂപേഷ് ഷെട്ടി എന്ന് പറഞ്ഞ ഒരു ആക്ടർ, തുളു ആക്ടർ, ആള് ചെയ്തപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. വിശ്വസിക്കാൻ പറ്റില്ല ആദ്യം. പിന്നെ അത് കഴിഞ്ഞ് ഞാനത് എടുത്ത് സ്റ്റോറി ഇട്ടപ്പോൾ ആളും എടുത്തത് പിന്നെയും സ്റ്റോറി ഇട്ടു. അപ്പൊ അങ്ങനെ കർണാടകത്തിലും കുറച്ച് ആളുകൾ കണ്ടു. ഞാൻ വെറുതെ സോഫയിൽ ഇരുന്ന് പാടിയൊരു പാട്ട് ഇത്രമാത്രം പാൻ-ഇന്ത്യൻ ലെവലിൽ എത്തിയെന്നൊക്കെ പറയുമ്പോൾ സ്വപ്നമാണ്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എത്ര മില്യൺ ആളുകൾ കണ്ടു? ഇതിന്റെ ഒറിജിനൽ എന്ന് പറയാൻ കാരണം ഇതിന് പിന്നെ ഒരു റീമിക്സും കൂടെ ഉണ്ടായിട്ടുണ്ട്. ആ റീമിക്സ് ആണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ വൈറൽ ആയിട്ടുള്ളത്. ആദ്യം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒറിജിനൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരു 6 മില്യണോളം ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ സമയത്താണ് ആസാമിലുള്ള ഒരു ക്രിയേറ്റർ ആയിട്ടുള്ള ബിട്ടു ബാബ എന്ന് പറഞ്ഞ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു ഇതിങ്ങനെ ടൂളിൽ റീമിക്സ് ചെയ്യട്ടെ എന്ന്. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ ആളത് ചെയ്തു. അപ്പൊ അതിന് ഇൻസ്റ്റാഗ്രാമിൽ അത്ര വ്യൂ ഉണ്ടായില്ല എന്നല്ല, പക്ഷെ ഒറിജിനൽ അത്ര ഉണ്ടായില്ല. പക്ഷെ അത് ആരോ എടുത്ത് ഫേസ്ബുക്കിലേക്ക് ഇട്ടു. അവിടെ നിന്നാണ് പിന്നെ ഈ വൈറൽ എന്നുള്ള പരിപാടിയിലേക്ക് എത്തിയത്. ഈ പാട്ട് കേട്ടിട്ട് ആൾക്കാർ ചിരിക്കുന്ന കാണുമ്പോൾ എന്താ തോന്നാറ്? ഭയങ്കര സന്തോഷം. ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയക്കും, നമ്മളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടായതാണ്, അപ്പൊ ഇത് കേട്ടപ്പോൾ ചിരിച്ചു, ഒരുപാട് നന്ദി എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് മെസ്സേജ് വരും. പിന്നെ അത് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം. എഴുതി പാടിയതിന് ശേഷം എഴുതി കളിച്ചിരിക്കോ? ഞാൻ ചിരിക്കും, ആദ്യം ചിരിക്കും. ഞാനൊരു സന്ദർഭം ആലോചിക്കും. പിന്നെ 2-3 പ്രാവശ്യം പാടുമ്പോൾ പിന്നെ ആൾക്കാർ കമന്റ് ഇടാറുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ സീരിയസ് ആയിട്ട് പാടാറുള്ളതെന്ന്. പക്ഷെ സത്യം അതല്ല, ബേക്കിൽ ആദ്യം ചിരി കഴിഞ്ഞിട്ടാണ് പിന്നെ സീരിയസ് ആവുന്നത്. മനഃപൂർവ്വം സീരിയസ് ആവും. പിന്നെ ആരും വേദനിപ്പിച്ച് അങ്ങനെ എഴുതാറില്ല. ഞാൻ കുറെ സാങ്കല്പിക കഥകളും അങ്ങനെയൊക്കെയാണ് എഴുതാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സന്ദർഭം ഇങ്ങനെ ആലോചിച്ചിട്ട് പെട്ടെന്ന് ശരി വരും. പിന്നെ അത് കഴിയുമ്പോൾ പാടും. സിറ്റുവേഷൻ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് പാട്ട് എഴുതുന്ന പരിപാടിയാണല്ലോ. അതെ അതെ. അങ്ങനെ എഴുതിയ വേറൊരു പാട്ട് പാടാം? ഓ തീർച്ചയായിട്ടും. ഞാൻ ഈ അടുത്ത് എഴുതിയൊരു പാട്ട് പാടാം. ഇത് ഭക്ഷണം കഴിക്കുന്നവരെ കളിയാക്കിയിരുന്നാണ് ഇതിൻ്റെ ഒരു മെസ്സേജ്. പാട്ടിങ്ങനെ ആരോ വിരൽ മീട്ടി എന്ന് പറഞ്ഞ പാട്ടിൻ്റെ ആണ്. ഉപ്പുമാവിലുടയാൻ ബനാന വസ്ത്രശൂന്യനായി, ശ്യാമദാസൻ ചേട്ടൻ കുഴയ്ക്കാൻ ചട്നി വീണ്ടും വാങ്ങി, 5 ഫിംഗർ കൊണ്ടും വേഗം പഞ്ചു ചെയ്തു കുഴയായി, കണ്ടു നിന്ന പലരും ചൊല്ലി തിന്നിട്ടഞ്ചു ദിനമായോ, അത് കേട്ട സ്പോട്ടിൽ വായിൽ നൂൽ പൊറോട്ട വെച്ച് ചിരിച്ചൊരു മാമൻ വടിയാ. ഇതാണ് പ്രശ്നം. പ്രേമിന്റെ കുറച്ചും കൂടി പാട്ട് കേൾക്കണമെന്നുണ്ട്, പക്ഷെ ഇവിടെ ഭയങ്കര ചൂടാണ്. നമുക്ക് അകത്തേക്ക് ഇരിക്കാം. ആയിക്കോട്ടെ, തീർന്നിട്ട് പാട്ട്. അത് പറയുമ്പോൾ ഞാൻ പണ്ട് ചൂടിനെ പറ്റി വേറൊരു പാട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ചൂടിനെ പറ്റിയും പാട്ടുണ്ടാക്കിയിട്ടുണ്ട് പണ്ട് ഉണ്ടാക്കിയത്. അതായത് ഒരു പ്രവാസി ഇവിടുത്തെ ചൂട് നാട്ടിലെ ഭാര്യനെ വിളിച്ച് പറയുന്ന പോലെ, ഗൾഫിൽ ചൂടായി മാസം 2 തീരെ കുറവില്ലടി പെണ്ണെ, കാലത്തും ചൂട് ഉച്ചയ്ക്കും ചൂട് വൈകിട്ടും ചൂട് രാത്രിയിലും ചൂട്, AC എങ്ങാൻ നിന്നു പോയാൽ ഫ്രൈ ഫ്രൈ. ഒരു ചായക്കടക്കാരൻ ഒരു ബംഗാളിയായിട്ട് അടിവെക്കുന്ന ഒരു പാട്ടില്ലേ? ഉണ്ട്, രാഘവേട്ടൻ. കടയിലെ രാഘവൻ ചേട്ടനും ബംഗാളി ഭയ്യയും തല്ലായി, തെറിയുടെ കൂമ്പാരം കേട്ടിട്ട് അവിടെ എത്തി ആൾക്കൂട്ടം, കടയുടെ മുന്നിൽ കവുങ്ങിന്റെ കുണ്ടിൽ അവരിരുപേരും ചെന്നു വീണു 2 മേശ തിരിച്ചിട്ടപ്പോൾ, കടയിലെ രാഘവൻ ചേട്ടനും ബംഗാളി ഭയ്യയും തല്ലായി. ഓ, ഈ അടുത്ത് മാധ്യമ പ്രവർത്തകരെയും ഒന്ന് ട്രോൾ ചെയ്യുന്നു അല്ലേ? ചെറുതായിട്ട്. ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോഴാണ് ജലദോഷത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. അർദ്ധരാത്രിയോടെ സ്ഥിതിഗതികൾ വഷളാവുകയായിരുന്നു. ചുമക്കുന്ന ശബ്ദം കേട്ട് ഗൃഹനാഥ എഴുന്നേറ്റ് ചുക്ക് കാപ്പി തന്നെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. രാവിലെ അയൽപക്കത്തെ വീട്ടിൽ നിന്നും പാരസെറ്റമോൾ വാങ്ങി സ്വയം ചികിത്സ നടത്തിയെങ്കിലും കാര്യമൊന്നുമില്ലാത്തതിനെ തുടർന്നാണ് 7 കിലോമീറ്റർ താണ്ടി താങ്കളെ കാണാനെത്തിയത്. ഡോക്ടറുടെ മുന്നിൽ നിന്നും പനിയോടൊപ്പം ഞാൻ
അതുപോലെ യാസർ അറഫാത്തിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1 ഷാർജ.